നമസ്കാരം. ഹിരണ പറഞ്ഞതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് തേഴ്സ്ഡേ 29th എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മൂവിങ് ഡേ ആണ്. അപ്പോൾ വീട് മുഴുവൻ അലങ്കോലമായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ച എല്ലാ സാധനങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യണം. കുറേയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് അവർ മൂവേഴ്സ് വരിക. പിന്നെ ഉണ്ടാവും കുറേ സാധനങ്ങൾ കേട്ടോ. അപ്പം അത് പിന്നെ നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് കാറിൽ കൊണ്ടുപോകാൻ വെച്ചിട്ടാണ്. വലിയ വലിയ സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ വിഷമമുള്ളത്. അപ്പോൾ ശരിക്കും കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു മൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ വിൻ്റർ സ്റ്റോം ആയതുകൊണ്ട് സ്നോ സ്റ്റോം ആയതുകൊണ്ട് ഇന്നലെയാണ് ഒരു ബാക്ക് ടു നോർമൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരുവിധം ഇതായത്. കുട്ടികൾക്ക് ഇത്രയും ദിവസമായിട്ട് സ്കൂൾ ഉണ്ടായിരുന്നില്ല, ഇന്നും സ്കൂളില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഹസ്ബൻഡിന് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചവരെ ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഓഫീസിൽ പോകും. പിന്നെ ഇന്നലെ വരെ ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെയായിരുന്നു. കുട്ടികൾക്ക് സ്കൂളില്ല, അതേപോലെ തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പെൻറ്റ് വന്നു. ഇപ്പോൾ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് മാക്സിമം എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കാൻ വിചാരിച്ചപ്പോൾ ഇന്ന് തൊട്ട് അവിടെയാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഹസ്ബൻഡിനോട് എടുക്കാൻ പറയാൻ കുറേയൊക്കെ. അപ്പോൾ അതെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നടക്കാൻ പോകണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജും ഇന്ന് പുതിയ ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഡെലിവറി ചെയ്യും ആ വീട്ടിൽ. അപ്പോൾ ഹസ്ബൻഡിന് കുട്ടികളെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. 12 മണിക്കാൻ കണ്ടാണ് അവിടെ ഡെലിവറി ചെയ്യുന്നത് തന്നെ. ഏകദേശം 12 മണിയാകുമ്പോഴാണ് മൂവേഴ്സ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനും ഇല്ലയെന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉച്ചവരെ ലീവ് എടുത്തത്. അപ്പോൾ അതെ, അപ്പോൾ ഞാൻ കാണിച്ച എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഹലോ, ഞാനിപ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മൂവേഴ്സ് വന്നിട്ടില്ല. അപ്പോൾ അവർ ഇപ്പോൾ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 4 മണിയാവും വരാനായിട്ട്. അപ്പോൾ ആള് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, നീ പൊക്കോ, നല്ലത്. അപ്പം ഞാൻ ഉച്ചവരെ ഓഫായിരുന്നു. ഞാൻ ലീവ് എടുത്തു. ഫുള്ള് പാക്കിങ്ങും അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ ഉണ്ട്. എത്രയോ സാധനങ്ങളെന്നറിയും. പിന്നെ അപ്പോൾ ഈ സ്നോ സ്റ്റോം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം എന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും മെൽറ്റായി കേട്ടോ. എന്ന് വെച്ചാൽ അധികം ഒന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാണ്ടെന്നല്ലാണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഇന്നിപ്പോൾ 12 ഡിഗ്രി. അപ്പം എന്തായാലും എല്ലാം മെൽട്ടായി തുടങ്ങി. എന്നാലും ഉണ്ട്, പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്, എന്താ പറയുക, സ്നോ കാണുന്നുണ്ട്. പക്ഷെ വളരെ സ്മൂത്ത് ഡ്രൈവിംഗ് ആയി ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഓഫീസിൽ പോയിട്ട് ഞാൻ വരുമ്പോഴേക്കും എല്ലാം മൂവ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെടുക്കുന്നുണ്ട്. അപ്പം ഇനി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്രിഡ്ജും വരുമെന്ന്. അപ്പോൾ പുതിയത് ഓർഡർ ചെയ്തു. അപ്പോൾ അതായിരുന്നു ഒരു ടെൻഷൻ. കാരണം അവർ ഈ വീട്ടിലുള്ള സമയത്ത് പിന്നെ കുട്ടികളുണ്ട്, അവർക്ക് സ്കൂളില്ല. അപ്പോൾ അവിടെ ഫ്രിഡ്ജ് വരിക എല്ലാം കൂടി ആകുമ്പോൾ ആൾക്ക് രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ ഫ്രിഡ്ജും എത്തിയിട്ടില്ല, അവരും എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു അവരെന്തായാലും 4 മണിക്ക് എത്തുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു ഫ്രിഡ്ജ് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഫ്രിഡ്ജ് എത്തും. അപ്പോൾ നീ പൊക്കോ, നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓഫീസിലേക്ക് പോകണു. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ സാധാ സമയത്ത് തന്നെ തിരിച്ചു വരുള്ളൂ. വന്നു കഴിഞ്ഞാലും പിന്നെ ഒരുപാട് മൂവ് ചെയ്യാനുണ്ടാവും. അപ്പം ഇന്ന് തൊട്ട് മറ്റേ പുതിയ വീട്ടിൽ താമസം തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ എന്തൊക്കെ ഹസ്ബൻഡ് എടുക്കുന്ന അറിയില്ല, എന്നാലും ഞാൻ മാക്സിമം എടുക്കാൻ പറയാം. അപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്യാമല്ലോ. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ പുതിയ വീട്ടിൽ. അപ്പോൾ അവർ നല്ലോണം ബുദ്ധിമുട്ടി ഉള്ളിൽ കയറ്റാൻ കേട്ടോ. ഒന്നാമതെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് നല്ല വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിലും അതേപോലെ തന്നെ ഞങ്ങളുടെ ഡോറ് ഫുള്ളായിട്ടും മാറ്റി വെച്ചിട്ട് വേണ്ടി വന്നു ഉള്ളിൽ കയറാൻ. സെയിം ഒരു ചെറിയ പ്രശ്നം കിച്ചണിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് കയറ്റി അവർ വയ്ക്കണ്ടേ. അപ്പോൾ എന്നാലും അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അവരുടെ ഇതാക്കി. ഇതിപ്പോൾ പഴയ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സാധനങ്ങൾ മൂവേഴ്സ് വന്നിട്ട്.
നല്ല സ്പീഡാണ് അവരുടെ മൂവിങ് വെച്ചാൽ എല്ലാം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് 2 പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാം പെട്ടെന്ന് ചടപടാതെ പറഞ്ഞിട്ട് എല്ലാം മൂവ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടേക്കാണ് ഓരോ സാധനങ്ങൾ പ്രത്യേകിച്ച് വലിയ ഫർണിച്ചർ ആകുമ്പോൾ എവിടേക്കാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് അവർ വെച്ചിട്ടേ അവർ പോകുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നമുക്ക് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹസ്ബൻഡ് മൂവ് ചെയ്തതിന് ശേഷം അവർ പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്താണ് ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ. പക്ഷേ ഞാനുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇത് മുഴുവൻ ഹസ്ബൻഡ് എടുത്തതാണ്. ഇപ്പോൾ ഒരു ബിഗ് താങ്ക്സ് ടു ഹിം. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങേറ്റത്ത് നിറച്ച് സ്നോ ആണ്. ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു. തട്ടില്ല, ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. സമയം 5:45. കാണാൻ പറ്റുമോ എന്തായാലും. ഇപ്പോൾ ഞാനിപ്പോൾ അവരിപ്പോൾ വീട്ടിലാണുള്ളത്, പുതിയ വീട്ടിലാണുള്ളത്. നോക്കട്ടെ അങ്ങോട്ടാണോ പോണേ അതോ എൻ്റെ പഴയ വീട്ടിലേക്കാണോ പോണേന്നുള്ളത് നോക്കട്ടെ. ഇന്നിപ്പോൾ എന്തായാലും പുതിയ വീട്ടിൽ ഇന്ന് തൊട്ട് കടന്നു തുടങ്ങും. അവിടെയാണ് ഇനി താമസിക്കാൻ പോകുന്നത്. പക്ഷെ കുറേ സാധനങ്ങൾ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതെല്ലാം ആൾ കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ചാൻസ് കുറവാണ്. ഇതാണ് ഞാൻ ഡെയിലി പോയി വരണ, പ്രത്യേകിച്ച് വരുമ്പോൾ ഇങ്ങനെ എന്തൊരു ഭംഗിയാണെന്നറിയും. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ മുഴുവൻ വെള്ള കളറായിരുന്നു. നേരത്തെ എന്താ പറയുക ഹോം ടൂറിലെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം എപ്പോഴും ഉണ്ട് സ്നോ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ ഈ വെള്ളം മുഴുവൻ സ്നോ ഒലിച്ച് വന്നതിൻ്റെയാണ്. ഇന്നിപ്പോൾ 13 ഡിഗ്രി ആയിരുന്നു മാക്സിമം. അപ്പം അതുകൊണ്ട് നല്ലോണം ഉരുകി ഇതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വർക്ക് ചെയ്യട്ടെ. എൻ്റെ കൃഷ്ണ ഓക്കെ. വീട്ടിൽ വന്ന് കയറി ഇതൊക്കെ കളയാനുള്ളതാണ് കേട്ടോ, ഈ ഫർണിച്ചറുകളൊക്കെ. അപ്പോൾ ലോണ്ട്രിയും സാധനങ്ങളൊക്കെ പോയി. അതായത് ഈ സാധനങ്ങൾ അതൊക്കെ കളയാനുള്ളതാണ്. അല്ല അത് എന്താ പറയുക മോൻ്റെ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോയത്. പിന്നെ ഇതും അതെ, ഈ ബെഡ് ഇത് കളയാനുള്ളതാണ്. കുറേ സാധനങ്ങൾ എടുക്കാണ്ട്, ഇതൊക്കെ എടുക്കാനുള്ളതാണ്. ചെടികൾ ഇതൊക്കെ അതെ. ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞ പോലെ ഫെബ്രുവരി ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പതുക്കെ മൂവ് ചെയ്താലും മതി. ചെടികളാണിത്, ഫുള്ള് ചെടികൾ ഒക്കെ കൊണ്ടുപോകണം. അതാണ് മുകളിലിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയാണ്. ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ കിടക്കും കുറച്ച് ദിവസത്തേക്ക്. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് എത്തി. രാത്രി കുറേ ആയിട്ടുണ്ട്, 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഉറങ്ങാണ്. ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ, ഇവിടെ മൊത്തം സാധനങ്ങൾ ഇട്ടിരിക്കുകയാണ്. ഹലോ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എടുക്കണം എന്നൊക്കെ വിചാരിക്കും. ഒരു കുഞ്ഞ ക്ലിപ്പ് എടുക്കും, അത് കഴിഞ്ഞ് തീർക്കും. അപ്പോൾ അവിടെ ടി വി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്താ പറയുക ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ അടുക്കള ഒരുവിധം സെറ്റായിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാം ഇനിയിപ്പോൾ ഈ സാധനങ്ങൾ ശരിയാക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് ഈ ഒരു ഭാഗം കൂടിയും ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള സെറ്റായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പാൻട്രി ഒരുവിധം ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബാക്കിയുള്ള സാധനം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിക്കാനുള്ള സാധനങ്ങളും ഒരുവിധം ഇതോടെ സ്പൈസസും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇപ്പുറത്ത് ഇതിന് കുറച്ച് മാറ്റം വരും. എനിക്ക് ഇഷ്ടമായില്ല വെച്ചേക്കുന്നത്. ഇത് പൊതുവെ കാപ്പി, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷേ ഇത് എനിക്ക് മാറ്റണം എന്നുണ്ട് ഈ സാധനങ്ങൾ. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നും വരാല്ല. ഇത് പൊതുവെ കാപ്പിയുടെ സാധനങ്ങളാണ്, ചായ കാപ്പി സാധനങ്ങളാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ അധികം എടുക്കാത്ത ഇത്. പിന്നെ ഇപ്പുറത്താണെങ്കിലും ഇത് സ്ഥിരം എടുക്കണ പാത്രങ്ങളും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കപ്പുകൾ, അതേപോലെ തന്നെ പ്ലേറ്റുകൾ, അങ്ങനത്തെ സാധനങ്ങൾ. ഇതും എനിക്ക് മുഴുവൻ അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. പക്ഷേ ആസ് ഓഫ് നൗ ഇങ്ങനെയാണ് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അതിനൊരു സ്ഥലം കണ്ടുപിടിച്ചു. ബോക്സിലിരിക്കുന്നതിനേക്കാളും ഭേദം ഇങ്ങനെയല്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ഇതെൻ്റെ ഫുൾ എന്താ പറയുക കിച്ചൺ ടവലുകളാണ്. അത് ഈ പറഞ്ഞ പോലെ ഫ്ലാസ്കുകൾ, അതേപോലെ തന്നെ കൊണ്ടുപോകാനുള്ള കാപ്പി പരിപാടികൾ ആണ്. ആ ഇതിൽ രണ്ടിതിലും ബോക്സുകളാണ്. ബോക്സിൽ രണ്ടും ബുക്കുകളാണ്. അപ്പോൾ അത് ശരിയാക്കാണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സാധനങ്ങളൊക്കെയാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ അതൊക്കെ അതെ. ഇനി അടുത്തത് ഇവിടെയാണ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വെക്കേണ്ടത്. അപ്പോൾ ഒക്കെ കിച്ചണിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒതുക്കി വേറെ സ്ഥലത്ത് വെച്ചില്ലെങ്കിലും ഒതുക്കി വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇങ്ങനെ ചെറപറാന്നിട്ടിട്ട് ഒരു സുഖമില്ല കാണാം. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി ഒരു മൂലയ്ക്കാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സമാധാനമാവും എനിക്കും. എനിക്കിങ്ങനെ ചെറപറാന്ന് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു സമാധാനക്കേടാണ്. അത് ശരിയാക്കണം. പിന്നെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഞാൻ ഇപ്പോൾ നോക്കണില്ല. മോൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൽ എല്ലാ ഡ്രസ്സുകളും ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. മാട്രസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. എന്താ പറയുക, കട്ടിൽ മുകളിലായിരിക്കുന്നത്. അത് കൊണ്ടുവന്നിട്ടില്ല താഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞങ്ങളിവിടെ നിലത്താണ് കിടക്കുന്നത്. നിലത്ത് മീൻസ് മാട്രസിലാണ്. നല്ല കട്ടിയുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പതുക്കെ സമയമെടുത്ത് ആക്കാം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ ഇത് കാരണം ചെറവറവറാതിട്ടിരിക്കുകയാണ് ഇത് ഫുള്ള്. പെട്ടികളിൽ മുഴുവൻ ഡ്രസ്സുകൾ. അതൊക്കെ ഇനി പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ദീപ്തയ്ക്ക് ഇതുണ്ട്, എന്താ പറയുക, ഡാൻസ് ഇതുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. നാളെ ഒരു ഡാൻസ് ഉണ്ട് അവൾക്ക്. അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ഞാനും മോളും കൂടി അമ്പലത്തിൽ പോവാം. ഇത് പിറ്റേ ദിവസമാണ്. ഇപ്പം മോളുടെ നേരത്തെ കാണിച്ചില്ലേ ഒരു ക്ലിപ്പ്, ഞാനും മോളും കൂടിയിട്ട് അമ്പലത്തിൽ പോണത്. അതെന്താണെന്ന് വെച്ചാൽ അവൾ ഇവിടെ മലയാളം ക്ലാസ്സിന്, അമ്പലത്തിൽ മലയാളം ക്ലാസ്സിന് പോകുന്നുണ്ട്. മലയാളം സ്പിരിച്വൽ ആയിട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ അവിടെ ഒരു സ്കൂൾ പോലെയാണ്. അപ്പോൾ അവിടെ കലോത്സവം നടക്കാറുണ്ട്. അപ്പോൾ കലോത്സവത്തിന് അവളുടെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ വെച്ചാൽ എൻ്റെ മോള് മാത്രമല്ല മറ്റുള്ള കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, അവരുടെ പ്രൈവസിയും അതേപോലെ തന്നെ അത് ഷെയർ ചെയ്യുന്നത് ശരിയല്ല തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യണില്ല. നല്ല പ്രോഗ്രാമായിരുന്നു. ഒരു നാടൻ ഡാൻസായിരുന്നു, കൊയ്ത്ത് പാട്ട് പോലെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കാർ എന്തായാലും ആകെ മോശമായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു. എന്നാൽ കാർ വാഷും കൂടി ചെയ്യാൻ വിചാരിച്ചിട്ട് കയറിയതാണ്. അത് ഞങ്ങളുടെ ലാസ്റ്റ് പിക്കപ്പ് അതേപോലെ തന്നെ ക്ലീനിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ് ടൂറ്. അപ്പം എന്നാലും ഇപ്പോൾ വെക്കേറ്റ് ചെയ്തതിന് ശേഷം മാക്സിമം ഞങ്ങൾ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയില്ല, ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ അവർ എക്സ്ട്രാ പൈസ ചാർജ് ചെയ്യും. അപ്പോൾ മാക്സിമം ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വേഗം ഒന്ന് നടത്തി കാണിച്ചിട്ട്. എൻട്രൻസ് ഇങ്ങനെ വന്നു. ഇവിടെ ക്ലോസറ്റ് ഇതിലൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ഒന്നുമില്ല, ഫ്രീ ആണ്. പിന്നെ ഇത് ലോണ്ട്രി ഫുള്ള് ക്ലിയറാക്കി. പിന്നെ ഇതായിരുന്നു മോൻ്റെ റൂമുണ്ടായിരുന്നത്, അത് ഫ്രീ ആയി. ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇതവൻ്റെ ക്ലോസറ്റ്. അതിൽ
ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു തോർത്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ അതെ. ഓ അത് ഇതെടുത്തിട്ടില്ല നമ്മൾ. അപ്പോൾ അതൊന്നുണ്ട്. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബെഡ്റൂം ഇതൊക്കെ എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ക്ലിയറായി സാധനങ്ങൾ എല്ലാം. ഞങ്ങളുടെ ബെഡ്റൂം, ഞങ്ങളുടെ ബാത്റൂം. പിന്നെ ഈ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ലാസ്റ്റ് പിക്കപ്പിനുള്ള സാധനങ്ങൾ. ബാക്കിയെല്ലാം ക്ലിയറായി. ഇത് ഞങ്ങളുടെ വേസ്റ്റിൻ്റെ ഇതാണ്. ഇത് ഇവിടുത്തെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോകും. ഇതായിരുന്നു ഞങ്ങളുടെ കിച്ചൺ, ഡൈനിങ് ഏരിയ, ഞങ്ങളുടെ കിച്ചൺ. ഇനിയിപ്പോൾ അതെ ഇതൊക്കെ എല്ലാം ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ പുതിയ ലൈഫ് ഓൾറെഡി തുടങ്ങിയിട്ടോ. കാണുന്നു വിചാരിക്കുന്നു. ഞാൻ ഇതിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഞാൻ അതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തത് രണ്ട് മൂന്ന് ആഴ്ചത്തെ വീഡിയോസാണ്. വെച്ചാൽ ക്ലിപ്പിങ്സാണ് ഒരു വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാറി അവിടുന്ന് എന്താ പറയുക, ഞങ്ങളുടെ മറ്റേ അപ്പാർട്ട്മെൻറ്റിലത്തെ കീ കൊടുത്തു. ഇവിടെ സെറ്റിലായി. ഇവിടുത്തെ താമസം ഇപ്പോൾ ശരിക്കും ഒരാഴ്ച 1 മാസമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. അപ്പോൾ അതെ ഒരു പുതിയ ലൈഫ് തുടങ്ങി പുതിയ വീട്ടിൽ. ഇപ്പോഴും കുറേ സെറ്റിൽ ചെയ്യാണ്ട്. സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാം ഒതുക്കി വെച്ചു. പക്ഷേ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഡെക്കറേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ പതുക്കെ ആയിട്ടുണ്ട്. ബേസിക് സാധനങ്ങളൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ജോലിയും ഇതിൻ്റെ ഇടയിൽ ആ കൂടി ശനി ഞായർ കിട്ടുന്നുണ്ട്. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ അമ്പലത്തിലാണ് കൂടുതൽ സമയം. അപ്പോൾ പിന്നെ അതിൻ്റെ സമയം കിട്ടില്ല ഒന്നിനും. ശനിയാഴ്ച മാത്രമാണ് ഒരു ആ സമയത്ത് ക്ലീനിങ്ങും പരിപാടികളായിട്ട്. എനിവേ, അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ ഇവിടെ നിന്നൊക്കെ ആണെങ്കിലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരണ വരെ എല്ലാവർക്കും ബൈ.